കേന്ദ്ര സർക്കാരിന്റെ ഈ നിസ്സംഗത, ഈ പദ്ധതി തുടങ്ങിയതിനു ശേഷം കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കാണിച്ച നിസ്സംഗത, അതങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ, സമരപ്പന്തലിൽ പോയുള്ള പിന്തുണ, ഇനി ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന ചോദ്യത്തിൽ നിന്ന് മിണ്ടാതെയുള്ള പോക്ക്, ഇവയൊക്കെ മുറയ്ക്ക് നടക്കുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ ലാഭം മാത്രമാണോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം, അതോ ഈ സമരം പരിഹരിക്കേണ്ടതാണ് എന്ന എന്തെങ്കിലും തരത്തിലുള്ള ബോധ്യം ചുരുങ്ങിയത് സംസ്ഥാനത്തെ BJPക്കെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ തന്നെ ഞാൻ തുടരാം. കഴിഞ്ഞ 40 ദിവസവും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അനിൽകുമാർ അത് ആവർത്തിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇടപെട്ടത് നന്നായി. കാരണം പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ നടന്നിട്ടുള്ള ഒരു സംഭവ വികാസത്തിൽ മാത്രം നമുക്ക് ചർച്ച തുടങ്ങാം. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലായി, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും മനസ്സിലായി, കേരളത്തിലെ ആശാ വർക്കർമാർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, ഒരു ആരോഗ്യമന്ത്രി ലോക ഉഡായിപ്പുമായിട്ട് പൊതുജനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, കേരളത്തിലെ ആരോഗ്യമന്ത്രി എങ്ങനെയാണ് സമീപിച്ചത് എന്ന് ഇന്നലെ പൊതുജനങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. അതിൽ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ദേശാഭിമാനി വായിക്കുന്നവരല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഈ മന്ത്രി വീണ ജോർജ് മറ്റൊരു സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലെ നികുതി പണം ഉപയോഗിച്ച് ഈ ഡൽഹിയിൽ പോയത് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ, ലോകത്തിലെ മുഴുവൻ മലയാളികളെയും വഞ്ചിക്കുന്ന നിലപാടെടുത്ത് പച്ച നുണ വിളിച്ചു പറഞ്ഞത് വെളിച്ചത്തായിരിക്കുകയാണ് ഇന്നലെ മാത്രം. 40-40 ദിവസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, കേന്ദ്രം അവിടെ നിൽക്കട്ടെ, ആശാ. അതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അനിൽകുമാറുമായി സംസാരിച്ചപ്പോൾ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടതുപോലെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന്, ഈ കാര്യത്തിന് മാത്രമാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായോ? ക്യൂബൻ ഡെലഗേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് യാത്ര എന്നത് നിയമസഭയിൽ അടക്കം പറഞ്ഞ കാര്യമാണ്. ഈ കാര്യത്തിൽ മാത്രമായിട്ടാണ് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയത് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയതെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി അവർ പോകുന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്തിക്കോളൂ. എന്തോ അല്ലല്ല, നിങ്ങൾ ബോധ്യപ്പെടുത്തു. കേരള സമൂഹം അവർ പറഞ്ഞത് മുഴുവൻ കേൾക്കട്ടെ. നിങ്ങളാണല്ലോ റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ ഡൽഹിക്ക് പോകുന്നുണ്ട്. നിങ്ങളെങ്ങനെ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി കുഴലോതണ്ട, കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി കുഴലോതണ്ട. നിങ്ങളുടെ ഇന്നത്തെ ഇൻട്രോ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇതൊന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ പറയുകയാണ് ശ്രീ പ്രശാന്ത് മലവേൽ, ഞാൻ പറയുകയാണ് എന്താണ് മന്ത്രി വീണ ജോർജ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത്. മാധ്യമങ്ങൾ, മാധുവിന്റെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്ത് എന്താണ്, അതിനുശേഷം ചർച്ച ചെയ്യാം ആ വിഷയം. കഴിഞ്ഞ ചോദ്യം അങ്ങനെ വെള്ളപൂശി പോലല്ലേ? അങ്ങനെ എന്തിനാ വെള്ളപൂശി? കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിട്ട് ആ പച്ചക്കള്ളം ഈ പൊതുസമൂഹം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അതിനെ ലഘൂകരിക്കാനും അതിനെ ന്യായീകരിക്കാനും മാധ്യമങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പൊതുസമൂഹം വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക. ഇന്നലെ ഞങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. ആശാ വർക്കർമാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേരള സമൂഹത്തിന് അത് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഇന്നെന്തിനാണ് അത് ലഘൂകരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ 40-40 ദിവസമായിട്ട് ഞങ്ങൾ അങ്ങയോട് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഞാനും അത് ഏകപക്ഷീയമായി പറയാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങും അത് ഏകപക്ഷീയമായി പറയരുത് എന്നേ ഞാൻ ചോദിച്ചോളൂ. ഈ ചർച്ചയിൽ ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അങ്ങാണ്. ഞാൻ സമയം നോക്കുകയായിരുന്നു സ്ക്രീനിന്റെ മറുവശത്ത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം അങ്ങ് മറന്നുപോയി. ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര വിഹിതം ഇതുവരെ ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ പ്രശാന്ത്, ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ? ഒറ്റ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു സെന്റൻസിൽ. അല്ല, എനിക്ക് അവസരം തന്നിട്ട് നിങ്ങൾ എന്നെ 3-4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും പറയാനും സമ്മതിക്കില്ല. പറഞ്ഞോളൂ. അങ്ങേക്ക് ഞാൻ അവസരം തന്നു, എന്നിട്ട് ഞാൻ അങ്ങയോട് പറഞ്ഞു, നേരത്തെ ഇടപെട്ടപ്പോൾ അങ്ങ് നല്ല കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ അങ്ങയോട് അങ്ങൊരു കാര്യം പറഞ്ഞതിലൂന്നി ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചോദ്യം ഇതുവരെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇപ്പോഴും അങ്ങാണ് പറയുന്നത്, ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ അങ്ങേക്ക് അവസരം നൽകിയെന്ന് അങ്ങ് പറയുന്ന കാര്യത്തിൽ അങ്ങ് ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അത് ഈ കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം പറയാൻ സമ്മതിക്കണ്ടേ? അല്ല, ഞാനല്ല ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഈ കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം
ഈ പദ്ധതി വിഹിതത്തിൽ ശ്രീ പ്രശാന്ത് മലവേൽ കേന്ദ്ര വിഹിതത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വർധന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വസ്തുതാപരമായി ചെറുക്കാം. അതിൽ വർധന ഉണ്ടാകും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇത് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് എന്ന നിലയ്ക്ക് ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീ അനിൽകുമാർ ആദ്യത്തെ കാര്യം പറഞ്ഞത് കേന്ദ്ര പദ്ധതി വിഹിതം വർദ്ധിക്കുന്നില്ല, അതുകൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനെ വസ്തുതാപരമായി ചേർക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് എന്താണ് പറഞ്ഞത്? ആരോഗ്യമന്ത്രിയുടെ കാര്യം, കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് അങ്ങ് ഇതുവരെ പറഞ്ഞോ? അല്ല, ഞാൻ പറയട്ടെ എന്ന്. നമ്മളുടെ കേന്ദ്രമന്ത്രി, നമ്മൾ ആരോഗ്യമന്ത്രിയെ കുറിച്ച് പറയണ്ടേ കേരളത്തിൽ? ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാണോ നിങ്ങൾ പറയപ്പെടുന്നത്? കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മിനിഞ്ഞാന്ന് പറഞ്ഞത് ഞാൻ കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് ഇതെല്ലാം ബോധിപ്പിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അത് നടന്നിട്ടില്ല എന്ന് പറയണ്ടേ? അതാണ് കേന്ദ്രവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയുണ്ട് മാഡം. എന്തിനാണ് അത് ഇല്ലാതാക്കുന്നത്? ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 10-40 ദിവസം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ മാത്രമാണോ ഈ നാഷണൽ ഹെൽത്ത് വർക്കേഴ്സ് ഉള്ളത്? എന്താ സിക്കിമിലില്ലേ, ആന്ധ്രാപ്രദേശിലില്ലേ, അതുപോലെ തന്നെ കർണാടകയിലില്ലേ? അവിടെ എവിടെയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കാത്തത്? അവിടെ കേന്ദ്രത്തിൻ്റെ വിഹിതം ഇതുപോലെ തന്നെയല്ലേ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമില്ലാത്തത്? അവിടെയെല്ലാം കൃത്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 2016-ലും 2021-ലും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ പാവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും, നിങ്ങൾക്ക് 21,000 രൂപ ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാവങ്ങൾ ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിനാണ്. കേന്ദ്ര സർക്കാരാണോ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിനോട് ആലോചിച്ചിട്ടാണോ പ്രകടന പത്രികയിൽ സംവിധാനം ഉണ്ടാക്കിയത്? അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ശ്രീ പ്രശാന്ത് അങ്ങ് പറഞ്ഞതിലൊരു കാര്യം, കേന്ദ്രത്തിന്റെ തലയിൽ ആരും വെക്കുന്നില്ല, സംസ്ഥാനത്തിന്റെ തലയിലും വെക്കുന്നില്ല. ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ച അതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാരായിരുന്നു. അപ്പോൾ ഞാൻ ആ ചോദ്യം അങ്ങയോട് ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് കേന്ദ്രം വിഹിതം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ 40 ദിവസമായി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി നീ കളിക്കുക, ഇനി ഞാൻ കളിക്കുക എന്ന നിലയ്ക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചോദിച്ചത്. അത് ചോദ്യമല്ല, ഞാനത് അതിലൊരു ക്ലാരിറ്റി വരുത്തിയതാണ്.